കർത്താവിൻ്റെ അടുത്ത് ശിഷ്യന്മാർ വന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം, കർത്താവെ ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണേ എന്നുള്ളത്. വലിയ സന്തോഷം തോന്നുന്ന ഒരു ആഗ്രഹമാണിത്. കർത്താവിൻ്റെ അടുത്ത് ശിഷ്യന്മാർ അധികം ആഗ്രഹങ്ങളോ ആവശ്യങ്ങളോ അവതരിപ്പിക്കുന്നതായിട്ട് നമ്മൾ കാണണില്ല. രണ്ട് കാര്യങ്ങളാണ് പ്രത്യേകമായിട്ട് ചോദിക്കുന്നത്. ഒന്നാമത്തെ, കർത്താവെ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. രണ്ടാമത്തേത്, കർത്താവെ ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ. നമ്മുടെ അടുത്തൊക്കെ വന്നിട്ട് നമ്മുടെ പിള്ളേർ എന്താ ചോദിച്ചുകൊണ്ടിരിക്കണേ? ആലോചിക്കേണ്ട കാര്യമാണേ. കർത്താവിൻ്റെ അടുത്ത് അവൻ്റെ ജീവിതം കണ്ടിട്ട്, അവൻ്റെ പ്രാർത്ഥന കണ്ടിട്ട്, അവൻ്റെ വാക്കുകൾ കേട്ടിട്ട്, അവൻ്റെ ജീവിത രീതി കണ്ടിട്ട് ശിഷ്യന്മാർ വന്ന് ചോദിക്കണത് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണേ എന്നുള്ളതാണ്. കർത്താവ് ചെയ്ത അത്ഭുതങ്ങളൊക്കെ ഇവർ കാണുന്നുണ്ട്. എന്നിട്ടും കർത്താവിനോട് തങ്ങളുടെ ജീവിതത്തിലേക്ക് വേണ്ടി എന്തെങ്കിലും അത്ഭുതം പ്രവർത്തിക്കാനല്ലല്ലോ അവർ ആവശ്യപ്പെടണേ. അതിൽ കൂടുതലായിട്ട് കർത്താവിൽ അവർ കണ്ടത് ഈ പ്രാർത്ഥനാ ചൈതന്യമായിരുന്നു, ഈ വിശ്വാസത്തിൻ്റെ ആഴമായിരുന്നു. അതുകൊണ്ട് ചോദിക്കുന്ന ചോദ്യം ഇതാണ്, കർത്താവെ ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണേ. ചില മനുഷ്യരൊക്കെ വന്ന് നമ്മളോട് പൈസ കടം തരുമെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ വരുന്ന ഭാരം പൈസ ഇല്ലാത്തത് കൊണ്ടോ ഇവരെ സഹായിക്കാനായിട്ട് താല്പര്യമില്ലാത്തത് കൊണ്ടോ അല്ല. എന്തുകൊണ്ടാണ്? ഇവരുടെ പ്രയാസങ്ങൾ മാറാൻ വേണ്ടി ആദ്യം പ്രാർത്ഥനാ സഹായം ചോദിക്കാത്തത് എന്നുള്ളതാണ്. എൻ്റെ ജീവിതത്തിൻ്റെ ഒരു പ്രാർത്ഥനാ ചൈതന്യം കാണാത്തത് കൊണ്ടല്ലേ എന്നുള്ളൊരു സങ്കടമുണ്ട് ആ സമയത്ത്. ഒരു പ്രയാസം വരുമ്പോൾ ഒരു മനുഷ്യന് ഓടി വന്ന തലയിൽ കൈവച്ചൊന്ന് പ്രാർത്ഥിച്ചേ ശരിയാവുമെന്ന് പറയുകയാണെങ്കിൽ എൻ്റെ ട്രാക്ക്, എൻ്റെ വഴി കൃത്യമാണെന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. നേരെ മറിച്ച് അത് പറയണതിന് മുൻപ് ഒരു 1000 രൂപ ഒന്ന് സഹായിക്കുമെന്ന് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് എവിടെയോ തെറ്റിപ്പോയിട്ടുണ്ട്. നമ്മുടെ മക്കൾ എപ്പോഴാണ് നമ്മളോട് വന്ന് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണേ എന്ന് പറഞ്ഞിട്ടുള്ളത്? നമ്മുടെ മക്കൾ എപ്പോഴാണ് നമ്മുടെ അടുത്ത് വന്നിട്ട് ഈ വചനഭാഗം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാമോ അമ്മ അപ്പ എന്ന് ചോദിച്ചിട്ടുള്ളത്? അതിനുള്ള ഒരു തോന്നലുളവാക്കത്തക്ക വിധത്തിൽ നമ്മളൊന്നും ചെയ്തിട്ടില്ലല്ലോ. അമ്മ നിങ്ങൾ എന്തുകൊണ്ടാണ് എന്നെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കാതിരുന്നതെന്നുള്ള ആശുപത്രിക്കിടക്കയിൽ കിടന്നുള്ളൊരു കുഞ്ഞിൻ്റെ ചോദ്യം, അത് വലിയ പൊള്ളലായിട്ട് ഇങ്ങനെ ഒരു അമ്മയുടെ ഉള്ളിൽ കിടക്കുന്ന കാര്യമൊക്കെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്. മരിച്ചുപോയ കുഞ്ഞിൻ്റെ ഓർമ്മ അവരെ പൊള്ളിക്കുന്നതിൻ്റെ കാരണം ഇതാണ്. ബാക്കിയെല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട്. പക്ഷേ നമ്മളങ്ങനെ ആവശ്യങ്ങൾ നടത്തിക്കൊടുക്കാൻ വേണ്ടി മാത്രം കുഞ്ഞുങ്ങളുടെ കൂടെ നിൽക്കുമ്പോഴാണ് അപ്പൻ ATM ആണെന്നും അമ്മ ബാങ്കാണെന്നും നോക്കി മക്കൾ പറഞ്ഞു തുടങ്ങണേ. അവരെ ദൈവത്തിങ്കിലേക്ക് നയിക്കുന്ന വഴികാട്ടികളായി, ചൂണ്ടുപലകകളായി ഇനി എന്നാണ് നമ്മളെയൊക്കെ അവരൊന്ന് മനസ്സിലാക്കി തുടങ്ങുക?